കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. കാരണം ആ വാക്യം ഉപയോഗിച്ചുകൊണ്ട് പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടുത്തെ വിഷയം നമുക്കൊന്ന് വായിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ ഏതാണ് ഈ ഭൂമി? ഇന്ന് പലരും പറഞ്ഞു വരുന്നത് ഇന്ന് കാണുന്ന ഭൂമി ആണെന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ ദൈവം നമുക്ക് ഒരു അവകാശം തരുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കുന്നില്ല. അത് അല്പസമയത്തേക്കല്ല. നമുക്ക് ദൈവം തരുന്ന എന്താണെങ്കിലും നമുക്ക് ആ നിത്യകാലം നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ് തരുന്നത്. അത് പൂർണ്ണമായിട്ടും നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കാലത്തേക്ക് മാത്രമല്ല. അനേകർ ഇന്ന് വസ്തുവകകൾ വാങ്ങി കൂട്ടുന്നുണ്ട്. ദൈവമക്കളാണെങ്കിലും ദൈവത്തെ അറിയാത്തവരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും അനേക വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ദൈവവചനപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അത് നമുക്ക് നിത്യകാലത്തേക്ക് വരും. അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശം. അപ്പോൾ ഇത് ഏത് ഭൂമിയാണെന്നുള്ളത് വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. കർത്താവിൻ്റെ ദിവസമോ കടലെ പോലെ വരും, അത് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴികയും ഭൂമിയും അതിനുള്ള പണികളും വെന്തുപോകും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനോ ഭക്തിയുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് സൗമ്യത ഉള്ളവർക്ക് കിട്ടുന്നതാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിച്ച് ആത്മാവും സത്യത്തിലും ആരാധിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് പറയുകയും വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചുകൊണ്ട് ആത്മാവും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ജീവിക്കുവാൻ, നിത്യകാലം വസിക്കുവാനുള്ളൊരു ആകാശവും ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. അത് നീതി വസിക്കുന്ന ആകാശവും ഭൂമിയും എന്നാണ് പറയുന്നത്. ആ നീതി വസിക്കുന്ന ആകാശത്തിനും ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. അല്ലാതെ ഈ ഭൂമിയല്ല. ഈ ഭൂമി ഇവിടെ പത്രോസ് പറയുന്നുണ്ടല്ലോ. എന്താ പത്രോസ് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, അതായത് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കടനെ പോലും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി
സമാധാനത്തോടെ കാണുവാൻ സാധിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി പൊട്ടിക്കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ദൈവം തരുന്നത് അത് നിത്യകാലത്തേക്കുള്ളതാണ്. അത് താൽക്കാലികമായിട്ടല്ല ദൈവം തരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം, നിത്യസമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. അപ്പോൾ ദൈവം തരുന്നതെല്ലാം നമുക്ക് നിത്യമായിട്ടുള്ളതാണ്. അപ്പോൾ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചുമാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് സൗമ്യത ഉള്ളവർ, അതായത് വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാംസത്തിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരോടാണ് പറയുന്നത് സൗമ്യത ഉള്ളവർ. അപ്പോൾ അവർക്ക് സൗമ്യത വേണം. സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. അത് ഏത് ഭൂമിയാണ്? നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി. ഈ ഭൂമിയോ, ഈ ആകാശവും ഈ ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തു പോകുമെന്നാണ് സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭൂമി, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞ ആ ഭൂമി നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അതിലാണ് വിശുദ്ധന്മാർ പിതാവും പുത്രനും വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഭൂമിയല്ല, ഈ ഭൂമി വാങ്ങിച്ച് കൂട്ടുന്നവർ അവരുടെ ഹൃദയം എവിടെയിരിക്കും? അവരുടെ ഹൃദയം എവിടെയിരിക്കും? ഭൂമിയിലിരിക്കും. കാരണം എന്താ? നിൻ്റെ നിക്ഷേപം എവിടെയിരിക്കും അവിടെ നിൻ്റെ ഹൃദയം ഇരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഭൂമിയും വസ്തുക്കളും എല്ലാം വാങ്ങിക്കൂട്ടുന്നവർ അവരെന്ത് ചെയ്യണം? ദരിദ്രന്മാർക്ക് കൊടുക്കണം. കർത്താവ് പറഞ്ഞല്ലോ, ഒരു നല്ലൊരു ധനവാനായ ഒരു മനുഷ്യൻ വന്നല്ലോ കർത്താവിനെ ഗമിക്കുവാൻ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞവരോട്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വാരിക്കൂട്ടുന്നവർ വളരെ സൂക്ഷിക്കുക. നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കും അവിടെ നിൻ്റെ ഹൃദയം ഇരിക്കും. നീ ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് അത് വിട്ട് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ധരിച്ചുകൊള്ളുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 6 പറഞ്ഞു. എന്താ പറഞ്ഞ? കർത്താവ് പറഞ്ഞത് എന്താണ്? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു. നിൻ്റെ നിക്ഷേപം എവിടെ ഇരിക്കും അവിടെ നിൻ്റെ ഹൃദയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ എന്തെങ്കിലും വാരി കൂട്ടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഒന്നും ഇവിടെ വാരിക്കൂട്ടി ഉണ്ടാക്കണ്ട. അബ്രഹാമിനും ലോത്തിനും സ്തോത്രം കൊടുത്തല്ലോ ദൈവം. അബ്രഹാം പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടായിട്ട് ഭാഗിച്ച് അവർ ഭാഗിച്ചെടുത്തു. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം അതിലൊന്നും കണ്ണുവെച്ചില്ല. അബ്രഹാമിൻ്റെ കണ്ണ് എവിടെയായിരുന്നു? ഉയരത്തിലായിരുന്നു. അബ്രഹാം ഒരു കാഴ്ച കണ്ട്, അത് കണ്ട് അഭിവന്ദിച്ച് തങ്ങൾ അന്യരും പ്രദേശങ്ങളും ഏറ്റു പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. ഇവിടെ അതിൻ്റെ പുറകെ പോയില്ല. ഈ ഭൂമിയിലുണ്ടായിരുന്ന വസ്തുക്കളോ ആടുകളോ മാടുകളോ അതിൻ്റെ പുറകെ ഒന്നും അബ്രഹാം പോയില്ല. എന്നാൽ ലോത്തിൻ്റെ കണ്ണ് എവിടെയായിരുന്നു? നീരോട്ടമുള്ളടത്തായിരുന്നു. അപ്പോൾ ലോത്ത് അതിന് നോക്കി. ലോത്തിനെന്ത് പറ്റി? അവസാനം ലോത്ത് താമസിച്ച ഇടം അത് സ്തോത്രം, അത് നാശ കൂമ്പാരമായി തീമഴ പെയ്യും. അവിടുന്ന് ലോത്തും കുടുംബവും കൂടെ ഓടേണ്ടി വന്നു. അവിടെ സംഭവിച്ചെന്താണ്? അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ വാരിക്കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ഓർത്തുകൊള്ളുക, ലോത്തിനെ ഓർത്തുകൊള്ളുക. ലോത്തിനെ ഓർക്കണം. ലോത്തിനെന്ത് സംഭവിച്ചു? വാരിക്കുട്ടി ആർക്കും കൊടുക്കാതെ എല്ലാം കൈവശമാക്കിക്കൊണ്ട് ഇങ്ങനെ നല്ല സമ്പന്നതയിൽ ജീവിക്കാവുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നിൻ്റെ ജീവനെ എടുത്താൽ നിനക്കെന്താവും എന്ന് കർത്താവ് ചോദിച്ചു. അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്തെങ്കിലും നമ്മുടെ കൈവശം വന്നാൽ നമ്മുടെ അന്നന്നേപ്പുറത്തിനുള്ള ആഹാരം കഴിഞ്ഞ് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കുക, അവരെ സഹായിക്കുക. അവർ നമ്മളെപ്പോലെ ആഹാരം കഴിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഭൂമിയിൽ വസ്തുവകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം നഷ്ടമാകും. എന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചാൽ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പിതാവിനോടുകൂടി നിത്യകാലം വസിക്കുവാനിടയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.